ഹലോ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഗബ്രി ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഔട്ടായതിന് ശേഷം ഗബ്രി ഏഷ്യാനെറ്റ് ഇൻ്റർവ്യൂ കൊടുത്തതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ്റെ കാര്യത്തിലും ഞങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും തൻ്റെ മനസ്സിലൊരു വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി എനിക്കുണ്ട്. അത് ജാസ്മിൻ്റെ മനസ്സിലും ആ ക്ലാരിറ്റി അവർക്കുണ്ട്. പക്ഷേ അത് ആ വീട്ടിലുള്ളവരുടെ മുന്നിൽ വെച്ച് അവതരിപ്പിക്കാനോ അത് പറയാനോ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ആഴ്ച മുതൽ വന്ന ഡേ 1 മുതൽ ഞങ്ങളെ പലതും പറഞ്ഞ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആ വീട്ടിലുള്ളവരാണ്. ഒരുപാട് വിമർശനങ്ങളും പലതും നമ്മൾ പല കാര്യങ്ങളും വളച്ചൊടിച്ചതും എല്ലാവരും ആ വീട്ടുകാരാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. അത് എത്രത്തോളം ഇഷ്ടമാണ്, എന്താണ് നമുക്കിടയിൽ ഉള്ളത് എന്ന് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി എനിക്കുണ്ട്, അവർക്കുമുണ്ട്. അപ്പോൾ ഷോ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് അത് മനസ്സിലാകും. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ആ വീട്ടിലുള്ളവരടുത്ത് അത് പറയുന്നില്ലെങ്കിലും നമ്മൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നത് അത് പ്രേക്ഷകർ ഇതിനോടനടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. സോ ആ ക്ലാരിറ്റി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഞാൻ സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ 8 ആഴ്ചയും ഒരുപോലെ നിന്ന് ആ ഒരു സൗഹൃദമായാലും ആ ഒരു റിലേഷൻഷിപ്പ് ആയാലും മുന്നോട്ട് കൊണ്ടുപോയ ആ കോംബോ മുന്നോട്ട് കൊണ്ടുപോയത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ടോപ്പ് 5 എന്തായാലും ജാസ്മിൻ ഉണ്ടാവും. ജാസ്മിൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗേളാണ്. അവളുടെ നിലപാടുകളായാലും കാര്യങ്ങളായാലും അതെല്ലാം എന്നെപ്പോലെ എനിക്ക് പറ്റിയൊരു വൈബാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വന്നപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ലൊരു കണക്റ്റായി, നല്ല സുഹൃത്തുക്കളായി, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നവരായി. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും അതൊക്കെ മറന്ന് നമ്മുടെ വളരെ ഡീപ്പായിട്ടുള്ളൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വെരി ഡീപ്പ് റൂട്ട് നമ്മളിലുണ്ടായി. സോ അതുകൊണ്ട് തന്നെ എനിക്ക് റിഗ്രറ്റ് ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നില്ല. ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഗെയിം വരുമ്പോൾ അത് ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് നിന്ന് കളിക്കുന്നത്. അല്ലാതെ അതിൽ നമ്മളിത് നോക്കാനില്ല. ഞാൻ തന്നെ ജാസ്മിനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ഗെയിമിനെ അഫക്റ്റ് ചെയ്തില്ല എന്ന് ഇവിടെ ഗബ്രി പറയുകയാണ്. പിന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. വന്ന ഒരു ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഭയങ്കര ഒരു ഫയറായിട്ടാണ് വന്നത്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇമോഷണലി വീക്കായി പോയെങ്കിലും പിന്നെ എന്താണ്, ജാസ്മിൻ ഇനിയിപ്പം ഞാൻ പോയതുകൊണ്ട് 2 ദിവസമൊക്കെ ആ ഒരു വിഷമം ഉറപ്പായിട്ടും കാണും. അത് കഴിഞ്ഞാൽ ജാസ്മിൻ ആ പഴയ രീതിയിലേക്ക് തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ആ കാട്ടുതീ എന്നുള്ളത് അത് ജാസ്മിൻ ആയിരിക്കും കത്തിക്കാൻ പോകുന്നത്. ജാസ്മിനെ കൊണ്ടത് പറ്റും, കാരണം അത്ര സ്ട്രോങ് പ്ലെയറാണ്. ഒരുപാട് കാര്യങ്ങൾ സഹിച്ചും ഫൈറ്റ് ചെയ്തും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടാണ് ജാസ്മിൻ്റെ ലൈഫ് ഇതുവരെ കഴിഞ്ഞു പോയത്. സോ നല്ലൊരു ഫയർ ഉള്ളിൽ കിടക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഫൈനൽ ടോപ്പ് 5 വരെ എത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ പല കാര്യങ്ങളും മിസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവരുടെ അമൃതവേണി കോർണർ, വാഴത്തോട്ടം, പിന്നെ ഐസ്ക്രീം കോർണർ, അപ്പോൾ ഇവർ രണ്ടിൽ ആരാണ് പുറത്തു പോയാലും ഒരാൾക്ക് അത് ഭയങ്കര വിഷമമായിരിക്കും. കാരണം ആ സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് പല പല മെമ്മറീസ് ഉണ്ട്. ആ മെമ്മറീസൊക്കെ ഓർമ്മ വരും. അത് ഭയങ്കര ഒരു വിഷമമാണ്. ജാസ്മിൻ അത് അതിജീവിക്കുമെന്നാണ് പറയുന്നത്. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്